ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നൈസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്, ഒരു കുഞ്ഞൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഒരുപാട് ദൂരത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. മലരിക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അപ്പോൾ കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും, ഈ ഒരു സമയം അവിടെ ആമ്പൽ പാടങ്ങളൊക്കെ പൂത്തു നിൽക്കുന്ന ഒരു സമയമാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണത് കാണാനായിട്ട്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മലരിക്കൽ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ 2 വീലറിലാണ് പോയത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങളൊരു ബോട്ട് എടുത്താണ് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടത്. ഞങ്ങൾ വന്നപ്പം രാവിലെ ഒരു 9:30 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആമ്പലെല്ലാം കൂമ്പി തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. നന്നായി വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ കാണണമെങ്കിൽ രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വരണം കേട്ടോ. ഞങ്ങൾ മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ കുട പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ കുടയൊക്കെ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് ബോട്ടിലൂടെ ഇങ്ങനെ കാഴ്ച കണ്ടുപോകാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. ശരിക്കും ഇപ്പോൾ ആമ്പലെല്ലാം തീരാറായി തുടങ്ങി. ഓഗസ്റ്റിലെല്ലാം ഇവിടെ ഫുള്ളായിട്ടും ആമ്പൽ കാണാൻ സാധിക്കും. അന്ന് മുതൽ വരണമെന്ന് ഓർത്തെങ്കിലും മഴയും വെള്ളപ്പൊക്കവും എല്ലാം കാരണം വരാൻ സാധിച്ചില്ല. മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം വാരിക്കളഞ്ഞ് വെള്ളം പറ്റിച്ചിട്ട് വേണം നെല്ല് കൃഷി ഇറക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച കാണണമെന്നുള്ളവർ അടുത്ത വർഷം ഓഗസ്റ്റ് വരുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ കരയിൽ നിന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നോക്കിയാൽ കാണാത്തത്രയും ദൂരത്തിൽ ആമ്പൽപ്പൂക്കൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പം നമ്മൾ ബോട്ടൊന്ന് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് അക്കരയിലേക്ക് പോയത്. അവിടെ നമ്മളൊന്ന് ഇറങ്ങി കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് മടക്കയാത്ര തുടങ്ങിയത്.
അപ്പം വളരെ രസമാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കാണുന്നത് നല്ലതാണ്. അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ വരുമ്പം വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ആമ്പൽ പൂക്കളൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പറിച്ചെടുത്ത ആമ്പൽ പൂക്കളുമായിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. മലരിക്കൽ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ മലരിക്കൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന ആമ്പൽ പൂക്കളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ബൗളിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു സന്ധ്യ കഴിയുന്നതോടു കൂടി വിരിഞ്ഞു തുടങ്ങും. ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ ഇത് നമുക്ക് വിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മലരിക്കൽ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.